ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് 5G എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലിപ്പ് ഫോണാണ്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 50,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് 5G എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിഫ്രഷ് റേറ്റ് 10 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നല്ലൊരു കാര്യം തന്നെയാണ്. മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് 30 ഡിഗ്രിയുടെയും അതുപോലെ തന്നെ 150 ഡിഗ്രിയുടെയും ഇടയിൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1400 നിറ്റ്സ് ആണ്. അപ്പം ഉള്ളിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഒരു ഹാഫിലായിട്ട് 3.64 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. റെസൊല്യൂഷൻ 1066x1066 ആണ് വരുന്നത്. പിന്നെ ഇതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് 1100 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പുറത്തുള്ള ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അത്യാവശ്യം നമുക്ക് വലിയൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പുറത്തുള്ള ഇതിൽ കിട്ടുന്നുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൾഡബിൾ ഫോൺസിൽ ചെറിയ ഒരു ഡിസ്പ്ലേ ആണ് പുറത്ത് വരാറ്. പക്ഷേ ഇതിൽ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് പല ആപ്സും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ക്യാമറ വ്യൂ ഫൈൻഡർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് സ്ക്രോളൊക്കെ ചെയ്യാവുന്നതാണ്. പല ആപ്സും യൂസ് ചെയ്യാൻ കഴിയും. നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് ഫോൾഡബിൾ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ പുറത്ത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 195 ഗ്രാം ആണ്. പിന്നെ തിക്നെസ് വരുന്നത് 16 mm ആണ്. ഫോൺ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്തു വെച്ചാൽ തിക്നെസ് വരുന്നത് 7.64 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ ബ്ലോസം ഗ്ലോ അതുപോലെ തന്നെ റോക്ക് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 8020 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ അല്ല ഇത്. പക്ഷെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഫോൾഡബിൾ ഫോണാണ്. ഇപ്പോൾ ഫോൾഡബിൾ എന്നുള്ള ഓപ്ഷന്റെ കൂടെ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസർ എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. ഫോൾഡബിൾ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഫോൾഡ് എന്നുള്ള ഫീച്ചർ നിങ്ങൾ നോക്കാതെ പെർഫോമൻസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ച പ്രോസസ്സർ അല്ല. പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറേ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ഇതിൽ ഈ ഒരു പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 8 GB റാമും 512 GB ഇന്റേണലും വരുന്നുണ്ട്. അപ്പം 512 GB ഇന്റേണൽ കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഗോപ്രോ മോഡും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗോപ്രോയുമായിട്ട് വളരെ കൂടുതൽ ഇന്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. Android 14 ബേസായിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GN5ന്റെ സെൻസറാണ്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിലെ സാംസങ് JN1ന്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഫോൾഡബിൾ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4720 mAh ബാറ്ററിയാണ് വരുന്നത്. ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ ഇത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ആണ്.
അപ്പം മറ്റു ഫോണുകളിലൊക്കെ നല്ല ബാറ്ററി കപ്പാസിറ്റി ഇതിലും കൂടുതൽ വരാറുണ്ട്. പക്ഷെ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ ഇത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB RAM 512GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 49,999 രൂപയാണ്. SBയുടെ കാർഡൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000 രൂപയുടെ ഓഫ് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒക്ടോബർ 24 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പുറത്ത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരക്കുകളില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കുകളില്ലാത്തൊരു പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ഫോൾഡബിൾ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, മോട്ടറോളയുടെ ഫോൾഡബിൾ ഫോൺസും അതുപോലെ തന്നെ സാംസങ്ങിന്റെ ചില ഫോൾഡബിൾ ഫോൺസ് ഒക്കെ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതും കൂടി നോക്കുക, എന്നിട്ട് പറ്റിയൊരു ഫോൾഡബിൾ ഫോൺ എടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് പുറത്ത് വലിയൊരു ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൾഡബിൾ ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.